നമുക്ക് ഇതിൽ ആദ്യത്തെ പ്രോബ്ലം ഒന്ന് നോക്കാം. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഫ്യൂച്ചർ വാല്യൂ. നമ്മളിപ്പോൾ കുറേശ്ശെ രൂപ അടയ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് കുറേശ്ശെ 1000 രൂപ വെച്ചിട്ട് ഞാൻ അടയ്ക്കുന്നു. എൻ്റെ 60ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്ത് വരുമ്പോൾ അത് എത്ര രൂപയാവുമെന്ന് എനിക്ക് അറിയണം. കേട്ടല്ലോ, അതാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ആ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ഫോർമുല ഇതാണ്: ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനുവിറ്റീസ് ഓഫ് റുപ്പീസ് എ അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇയർ. എ രൂപ ഞാൻ ഇട്ടാൽ ബാങ്കിലിടാണ്. അവസാനം അത് എൻ ഇയറിൻ്റെ അവസാനത്തിൽ അത് എത്ര രൂപയായിട്ട് മാറും? ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഓരോ മാസം ആനുവിറ്റിയിൽ ഇട്ടുകൊണ്ടേയിരിക്കും നമ്മൾ. തുടക്കത്തിലെ മാസം മാത്രമല്ല, നമ്മളങ്ങനെ ഓരോ മാസത്തിലും എ രൂപ വെച്ചിട്ടാൽ nth ഇയർ കഴിഞ്ഞാൽ അത് എത്ര രൂപയാകും? ടോട്ടൽ എമൗണ്ട് ഓഫ് ആനുവിറ്റി. അതിനൊരു ഫോർമുലയുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് ആനുവിറ്റി ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ആണ് പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ A ബൈ I ഇൻറ്റു 1 പ്ലസ് I ഹോൾ റേസ് ടു n മൈനസ് 1. ഇതാണ് ഇതിൻ്റെ ഫോർമുല. നമ്മളിവിടെ ഫ്യൂച്ചർ വാല്യൂ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ മാസവും നിക്ഷേപിക്കുന്ന തുക. ഓരോ മാസവും ഞാൻ പറഞ്ഞല്ലോ 1000 രൂപ വെച്ചിട്ട് ഞാൻ ബാങ്കിലിടുന്നു. ആ 1000 ബൈ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ, ഇൻട്രസ്റ്റ് റേറ്റ് 5% കരുതാം. അങ്ങനെ വരുമ്പോൾ I മീൻസ് 5/100 ഈസ് ഈക്വൽ ടു 0.05. ഓക്കെ, അത് 10 കരുതാം. ഇൻട്രസ്റ്റ് റേറ്റ് 10/100 ഈസ് ഈക്വൽ ടു 0.1. അതാണ് ആറും ഐയും തമ്മിലുള്ള വ്യത്യാസം. 6 എന്ന് പറഞ്ഞാൽ 5/100 എന്നും I എന്ന് പറഞ്ഞാൽ 0.05 എന്നും പറയുന്നു. 6 എന്ന് പറഞ്ഞാൽ 12/100 എന്നും I എന്ന് പറഞ്ഞാൽ 0.12. അതായത് ആ 12നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സംഖ്യ. അതാണ് നമ്മൾ I എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റ്, ഒരു വലിയ ബ്രാക്കറ്റ് തുടങ്ങുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 പ്ലസ് I, നമ്മൾ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്നത്. ഹോൾ റേസ് ടു n. ആ ഭാഗം നമുക്ക് ഈ ബുക്കിൽ നോക്കി കണ്ടുപിടിക്കണം. എന്നാൽ ഈ പ്രോബ്ലം സിമ്പിൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രോബ്ലം ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. 1 പ്ലസ് I ഹോൾ റേസ് ടു n എന്നുള്ളത് എന്തിൽ നോക്കി കണ്ടുപിടിക്കണം? ഈ ബുക്കിൽ നോക്കിയിട്ട് 500 രൂപ അടയ്ക്കുന്നു. എത്ര ശതമാനം പലിശ? 5% നിരക്കിൽ 8 വർഷം കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 5% നിരക്കിൽ 5% കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഈ 5% നിരക്കിൽ 8 വർഷം. അതിൻ്റെ നേരെ നോക്കി അപ്പം നമുക്ക് കിട്ടി 1.4775. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കേട്ടല്ലോ, -1. ആ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നിക്ഷേപിച്ച തുകയെ I കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. A ബൈ I, ഒരു വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 പ്ലസ് I ഹോൾ റേസ് ടു n. ആ 1 പ്ലസ് I ഹോൾ റേസ് ടു n എന്നുള്ളത് ഇവിടെ ഉണ്ട്. 1 പ്ലസ് I ഹോൾ റേസ് ടു n എന്നുള്ളത് ഇവിടെ ഉണ്ട്. മൈനസ് ആ ബ്രാക്കറ്റ് നീക്കിയിട്ട് -1. ഇതിൻ്റെ ഉത്തരം ബുക്കിൽ നോക്കി കണ്ടുപിടിക്കുന്നു. 1 കുറയ്ക്കുന്നു. എന്നിട്ട് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് I കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്താണ്? അരുൺ ഡെപ്പോസിറ്റ്സ് at the end of every year ₹1000 in a bank which pays 12% compound interest payable per month per annum എന്നാണ് കേട്ടോ, എനിക്ക് തെറ്റിയതാണ്. per annum for 8 years. What will be the total amount standing to his credit at the end of the 8th year? Arun deposits at the end of every year. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, എൻഡ് ഓഫ് എവരി ഇയർ ആണ് കേട്ടല്ലോ. അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡ് ഓഫ് എവരി ഇയറും എൻഡ് ഓഫ് ദി ഇയറും ബിഗിനിങ് ഓഫ് ദി ഇയറും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ആനുവിറ്റിയാന്നുള്ളത്. അപ്പം ഇവിടെ എൻഡ് ഓഫ് എവരി ഇയറിൽ അയാൾ 1000 രൂപ വെച്ചിട്ട് നിക്ഷേപിക്കുന്നു. ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12% ആണ് എന്ന്. അങ്ങനെ എത്ര വർഷം ഇടുന്നുണ്ട്? 8 വർഷം കഴിയുമ്പോൾ അയാളുടെ എമൗണ്ടിൽ, അയാളുടെ
ക്രെഡിറ്റിൽ എത്ര രൂപയായിട്ടുണ്ടാവും 8ാമത്തെ വർഷത്തിൻ്റെ അവസാനം? എ എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച തുക 1000 രൂപ വെച്ചിട്ട്. ആർ എന്ന് പറഞ്ഞാൽ 12%. ഐ എന്ന് പറഞ്ഞാൽ 12/100 ഈക്വൽ ടു ഇത് എത്രയാണെന്ന് പറഞ്ഞാൽ 0.12. അങ്ങനെയാണ് 0.12 എന്നാണ് കേട്ടത്. ഓക്കെ. എൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷമുണ്ട്? 8. നമ്മൾ ഉടനെ തന്നെ ആദ്യം ഫോർമുല എഴുതി. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു A/I ഇൻറ്റു 1 + I ഹോൾ റേസ് ടു n മൈനസ് 1. A 1000 നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. A 1000 ബൈ I നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 0.12. ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബ്രാക്കറ്റ് ആരംഭിച്ചു. 1 + 1.2 ഹോൾ റേസ് ടു 8 മൈനസ് 1. ഈ 12% കേട്ടല്ലോ. എത്ര വർഷത്തേക്കാണ്? 8 വർഷത്തേക്ക്. നമ്മൾ ഈ ബുക്ക് അടുത്ത് വെച്ചു. 12% നോക്കൂ. 12% 8 വർഷത്തേക്ക് കറക്റ്റ് 2.4760. ഇതാ 2.4760. ഇത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പാടൊന്നല്ല. പക്ഷേ അത് വെറുതെ ബുക്കിൽ നോക്കിയിട്ട് നമ്മളിങ്ങോട്ട് എഴുതിയിട്ട് ഇതിൽ നോക്കിയിട്ടും 2 ഈ ബുക്കിൽ നോക്കിയിട്ടാണ് നമ്മൾ 12% കണ്ടല്ലോ. ആ കോളത്തിൽ 8 വർഷം ഇതാണ് വർഷങ്ങൾ കാണിക്കുന്നത്. 8 വർഷത്തിൻ്റെ നേരെ നോക്കിയപ്പോൾ 2.476 നിട്ടു. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം -1. 1000-നെ 0.12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ 8.33 എന്ന് കിട്ടും. 1000-നെ 0.12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8.33 എന്ന് കിട്ടി. ഇനി ഇൻറ്റു 2.476 1 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 1.476. 2.476 1 കുറച്ചാൽ അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1.476. അത് ഇതിനോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8.33 ഇൻറ്റു 1.4. 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ്. അവിടെ എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നൊരു തോന്നൽ. 1 മിനിറ്റ്. എനിക്ക് ചെയ്തപ്പോൾ തെറ്റിയോ എന്നൊരു തോന്നൽ. നോക്കോ. 1000 ഡിവൈഡഡ് ബൈ 0.12 ഈസ് ഈക്വൽ ടു ഇത് 8333. നോക്കൂ, ഇത് തെറ്റിയിട്ട 8300 ഇവിടെ ഒന്നുമില്ല. 33 ഞാനിവിടെ വെട്ടിയിട്ട് എഴുതുന്നു. 8333.33 എന്നാണ് വരുന്നത്. അതൊരു എൻഡ്ലെസ് നമ്പറാണ്. ഇവിടെ ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്തു. 8333.333. നമുക്ക് 2 3 എടുത്താൽ മതി. അതിനെ നമ്മൾ ഈ 1.476 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്കതിനെ ഞാനിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1.476 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 12,300 എന്ന് കറക്റ്റായിട്ട് കിട്ടി. ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 8333.33 അത്ര എടുത്താൽ മതി. ഇൻറ്റു ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് 1.476 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി? നമുക്ക് 12,300 എന്ന് കിട്ടി. പ്രോബ്ലം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിന് ഇതുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോഴാണ് 8333.33 കിട്ടിയത്. ഇതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻ. 1 + 0.12 റേസ് ടു 8. അത് നമ്മൾ ബുക്കിൽ നോക്കി കണ്ടു. 12% വെച്ച് 8 വർഷത്തേക്ക് 2.476 -1 കുറച്ചപ്പോൾ 1.476. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി 12,300. ഓക്കെ. അപ്പം